നമീബിയക്കെതിരെ 8 പന്തുകളിൽ നിന്ന് 22 റൺസാണ് സഞ്ജു സാംസൺ നേടിയെടുത്തത്. ഈ ഇന്നിംഗ്സിനെതിരെ ധാരാളം വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ സഞ്ജുവിൻ്റെ പ്രകടനത്തെ പോസിറ്റീവായി നോക്കിക്കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ്വന്തം സ്കോറിനേക്കാൾ ടീമിൻ്റെ താൽപ്പര്യങ്ങൾക്കാണ് സഞ്ജു മുൻഗണന നൽകിയത്. അതുകൊണ്ടാണ് സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യത്തിൽ അയാൾ ഒന്നാമനായത്. ഈ മനോഭാവത്തെ നാം പ്രശംസിച്ചേ മതിയാകൂ. ഫിനിഷറുടെ റോളിലിറങ്ങിയ റിങ്കു സിംഗ് 6 പന്തുകളിൽ നിന്ന് ഒരേയൊരു റൺ മാത്രമാണ് കരസ്ഥമാക്കിയത്. ഒന്നാന്തരമായി കളിച്ചുകൊണ്ടിരിക്കുന്ന ശിവൻ ദുബെയെ റിങ്കു ഒരു റണ്ണൌട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്തു. ടീമിലെ റിങ്കുവിൻ്റെ സ്ഥാനത്തിന് യാതൊരുവിധ ഭീഷണികളും നിലനിൽക്കുന്നില്ല. എന്നിട്ടും റിങ്കുവിന് നിസ്വാർത്ഥമായ രീതിയിൽ ബാറ്റ് വീശാൻ സാധിച്ചില്ല. അവിടെയാണ് സഞ്ജുവിൻ്റെ ഔദാര്യം വെളിപ്പെടുന്നത്. അഭിഷേക് ശർമ്മയുടെ അസുഖം മാറിയാൽ സഞ്ജു വീണ്ടും സൈഡ് ബെഞ്ചിലേക്ക് പോകേണ്ടി വരുമെന്ന കാര്യം തീർച്ചയാണ്. നമീബിയക്കെതിരെയുള്ള ഗെയിം തനിക്കുള്ള ആദ്യത്തെയും അവസാനത്തെയും അവസരമായിരിക്കാമെന്ന തിരിച്ചറിവോടെയാണ് സഞ്ജു ഓപ്പണറുടെ വേഷം അണിഞ്ഞത് തന്നെ. സഞ്ജുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ സേഫായി കളിച്ച് ഒരു 50 എങ്കിലും തരപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുമായിരുന്നു. അതിന് തുനിഞ്ഞില്ല എന്നതിൻ്റെ പേരിൽ സഞ്ജു ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട്. നമീബിയയുടെ സ്ട്രൈക്ക് ബോളറായ റൂബൻ ട്രെമ്പിൾമാൻ ഇതിനു മുമ്പ് നടന്ന T20 ലോകകപ്പുകളിൽ അവിസ്മരണീയമായ സ്പെല്ലുകൾ എറിഞ്ഞിട്ടുണ്ട്. അയാൾ വലംകൈ ബാറ്റർമാരുടെ അന്തകനുമാണ്. T20 ക്രിക്കറ്റിൽ ട്രെമ്പിൾമാൻ 50 വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുമുണ്ട്. അതിൽ 40ഉം റൈറ്റ് ഹാൻഡർമാരായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് ടീം ഇന്ത്യക്കും അറിവുണ്ടായിരുന്നു. ട്രെമ്പിൾമാനെ നേരിടുന്നതിനു വേണ്ടി ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. ഡൽഹിക്കാരനായ ഒരു ലെഫ്റ്റ് ഹാൻഡ് സീമർ നെറ്റ്സിൽ പന്തെറിയുന്നതിനു വേണ്ടി അർഷദീപ് സിംഗിനോടൊപ്പം നിയോഗിക്കപ്പെട്ടിരുന്നു. ട്രെമ്പിൾമാൻ സഞ്ജുവിനെതിരെ എറിഞ്ഞ ആദ്യ പന്തിന് മണിക്കൂറിൽ 143 കിലോമീറ്റർ വേഗതയുണ്ടായിരുന്നു. ആ ഓവറിൽ സഞ്ജു റിസ്ക് എടുക്കില്ല എന്നാണ് പലരും വിചാരിച്ചത്. പക്ഷേ അവസാന പന്തിൽ സഞ്ജു ഒരു സ്ട്രൈറ്റ് സിക്സർ പായിച്ചു. അടുത്ത ഓവറിലും സഞ്ജു പരിധികളില്ലാത്ത ആക്രമണം അയച്ചുവിടുകയായിരുന്നു. തുടർച്ചയായി 3 തവണ പന്ത് അതിർത്തി കടന്നു. നിർഭാഗ്യവശാൽ സഞ്ജുവിൻ്റെ ഇന്നിംഗ്സ് കൂടുതൽ നേരം നീണ്ടുനിന്നില്ല എന്ന് മാത്രം. തൻ്റെ കരിയറിലൂടെ ഏറ്റവും മോശം സമയത്തിലൂടെയാണ് സഞ്ജു കടന്നു പോകുന്നത്. എന്നിട്ടും അയാൾ സിക്സർ അടിച്ചാണ് അക്കൗണ്ട് തുറന്നത്. അതും 10 വർഷത്തിലേറെയുള്ള കാത്തിരിപ്പിന് ശേഷം വീണ് കിട്ടിയ തൻ്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ന്യൂസിലാൻഡ് സീരീസിലെ തുടർ പരാജയങ്ങൾ സഞ്ജുവിനെ തളർത്തിയിട്ടില്ല. തിരിച്ചു വരാനുള്ള വെടിമരുന്നും മനസാന്നിധ്യവും അയാളിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് ഒരു മലയാളി T20 ലോകകപ്പിൽ കളിക്കുമെന്നും തുടർച്ചയായി 3 സിക്സറുകൾ പായിക്കുമെന്നും നമ്മളിൽ ആരെങ്കിലും വിചാരിച്ചിരുന്നുവോ? ആ സ്വപ്നത്തിന് ജീവൻ നൽകിയ സഞ്ജു കുറച്ച് പ്രശംസകൾ അറിയിക്കുന്നില്ലേ? ഇപ്പോൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാകാം, ഇത് സഞ്ജുവിൻ്റെ തിരിച്ചുവരവിൻ്റെ തുടക്കമായി കണക്കാക്കാനാകുമോ? ചെറിയ മീനുകളായ നമീബിയക്കെതിരെ നടത്തിയ പ്രകടനത്തിന് അത്രയേറെ മഹത്വമുണ്ടോ? അവരോട് ചെറിയൊരു കഥ പറയാനുണ്ട്. കറുത്ത വർഗ്ഗക്കാരുടെ രാജ്യമാണ് നമീബിയ. ജനസംഖ്യയിലെ പ്രതിനിധ്യം പരിഗണിച്ചാൽ അവിടെ 6% വെള്ളക്കാർ മാത്രമുള്ളൂ. പക്ഷേ നമീബിയൻ ക്രിക്കറ്റ് പരിപൂർണമായും വെളുത്ത വർഗ്ഗക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പല നമീബിയൻ താരങ്ങളും ഈ വർണ്ണവിവേചനത്തിനെതിരെ പരസ്യമായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ടീം ക്യാപ്റ്റനായ ജെറാഡ് ഇറാമസ് അവരിൽ ഒരാളാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് പൊരുതി കയറി വന്ന ബൗളറാണ് ഷെൻ ഷിക്കോങ്ക. 2022 T20 ലോകകപ്പിൽ നമീബിയ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിരുന്നു. അന്ന് ടീമിൻ്റെ ഫസ്റ്റ് ബോളിംഗ് വിഭാഗത്തെ നയിച്ചത് ഷിക്കോങ്കയായിരുന്നു. ആ മത്സരത്തിൽ 164 റണ്ണുകളുടെ വിജയലക്ഷ്യമാണ് നമീബിയ മുന്നോട്ട് വെച്ചത്. റൺ ചേസിങ്ങിന് ഇറങ്ങിയ ലങ്കയുടെ അടിപതറിയത് ഷിങ്കോഗ എറിഞ്ഞ 4ാമത്തെ ഓവറിലായിരുന്നു. 10ഉം നിസ്സംഗയും ധനുഷ്കയും അടുത്തടുത്ത പന്തുകളിൽ പുറത്തായി. 3ാമത്തെ പന്തിൽ ഒരു LBW അപ്പീലിൽ നിന്ന് ബനുക രാജപക്സെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അർഹിച്ച ഹാട്രിക് തലനാഴിയേഴ് വ്യത്യാസത്തിൽ ഷിങ്കോങ്ങക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും നമീബിയ 55 റൺസിൻ്റെ വമ്പൻ വിജയം നേടി. അന്ന് വിജയിച്ചത് നമീബിയയിലെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യർ കൂടിയാണ്. സഞ്ജുവിൻ്റെ കരിയർ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ്. അയാളുടെ ശരീരഭാഷയിലൊട്ടും ആത്മവിശ്വാസം കാണുന്നില്ല എന്ന വിമർശനം നിരന്തരമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത്ര മോശം അവസ്ഥയിലും സഞ്ജു ഷിങ്കോങ്ങക്കെതിരെയുള്ള ഒരു പന്ത് പോലും പാഴാക്കിയില്ല. ഫോമിലല്ലാത്ത സഞ്ജുവിൻ്റെ ബിഗ് ഹിറ്റുകൾ പായിക്കപ്പെട്ടത് തീയിൽ കുരുത്ത ഷിങ്കോങ്ങക്കെതിരെയാണ്. സഞ്ജു തിരിച്ചു വരുമെന്ന് വിശ്വസിക്കാൻ ഒരൊറ്റ കാര്യം മാത്രം മതിയാകും.